ഹായ് ഹലോ നമസ്കാരം. വി ആർ ഹാപ്പി വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അതിന് വേണ്ടത് നമുക്ക് നല്ല പഴുത്ത ചക്കയാണ്, നല്ല മധുരമുള്ള പഴുത്ത ചക്കയാണ്. പിന്നെ വേണ്ടത് മൈദ. ഈ ഗ്ലാസ്സിന് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. നമുക്കിതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നല്ല തേൻ വരിക്ക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് അരിപ്പൊടിയാണ്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 സ്പൂൺ അരിപ്പൊടി, 1 പിഞ്ച് ഉപ്പിടുക. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ പഞ്ചസാരയാണ് വേണ്ടത്, 2 സ്പൂണ് പഞ്ചസാര. നമ്മുടെ ചക്കയിൽ നല്ല മധുരം ഉണ്ടെങ്കിലും ഈ മാവിലേക്ക് കുറച്ച് മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. നമ്മൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് 2 ഗ്ലാസ് വെള്ളം എടുത്തതിൽ ഇത്രയാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, അപ്പം തന്നെ ഉണ്ടാക്കുകയാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് സമയം വെച്ചതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പരന്ന ഒരു ചട്ടിയാണ് വെച്ചത്. കുഴിയുള്ള ടൈപ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ല കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ മുങ്ങിയിട്ട് ഇങ്ങോട്ട് പൊന്തി വരുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇതിങ്ങനെ അടി പരന്ന പോലെയാവും. അപ്പോൾ എൻ്റെ അടുത്ത് കുഴിയുള്ള ചട്ടി കുറച്ച് പഴയതാണ്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ. വീഡിയോയിൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പതുക്കെ കിടന്നിട്ട് വേവണം, അല്ലെങ്കിൽ മാവ് വേവില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക.
വന്നിട്ടുണ്ട്. എല്ലാവരും പഴുത്ത ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.